മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണേട്ട വരൂ, നമുക്ക് പോകാം, ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം മഹിയും കണ്ണനും കൂടി ആശുപത്രിയിലേക്ക് പോവുകയാണ് കേട്ടോ. ആശുപത്രിയിൽ എത്തിയ സമയം തന്നെ അവിടെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. മഹിയും കണ്ണനെ ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ സീമന്തരിക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. പിന്നീട് അവർ അടുത്തെത്തിയതിന് ശേഷം നീ എന്തിനാടി വന്നത്, മരിച്ചോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ടും മഹി ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അത് കേട്ടതിന് ശേഷം മഹി പറയും, ഞാൻ വന്നതേ എന്നെ കുഴിയിൽ ചാടിക്കാൻ നോക്കിയാണ്, അവർ കിടക്കണതൊന്ന് കാണണമല്ലോ, അതിനു വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ വന്നത്. ഈ സമയത്ത് ഇപ്പം ഞാനായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ആഹ്ലാദിച്ചേനെ. നിങ്ങൾ എത്ര പ്രാവശ്യം എന്നെ കൊല്ലാൻ നോക്കി, എന്ന് വരെ നിങ്ങൾക്കതിന് സാധിച്ചിട്ടല്ലോ. പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇതിന്, ഞങ്ങളെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കണില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് സീമന്തൻ്റെയും ഉണ്ണിനോടും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ എങ്ങനെടാ ഇത്ര ഇവരോട് കൂടെ ചേർന്ന് നിന്നിട്ട് നിനക്ക് ചെയ്യാൻ തോന്നിയത് എന്നും മഹി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ചോദ്യശരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ICUയിലേക്ക് പോവുകയാണ്. ICUയിൽ പോയിട്ട് മഹാലക്ഷ്മി വാമദേവരെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊരു വിഷമമൊക്കെ മഹിക്ക് വരുന്നുണ്ട്, എങ്കിലും മഹി അത് പുറത്ത് കാണിക്കില്ല. പെട്ടെന്ന് തന്നെ വാമദേവൻ കണ്ണു തുറക്കുമ്പോൾ മഹാലക്ഷ്മിയാണ് നിൽക്കുന്നത്. മഹാലക്ഷ്മി ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നിങ്ങനെ ചോദിക്കുക. നിങ്ങൾ ഈ കിടക്കുന്നത് കാണുന്ന കാഴ്ച കാണാൻ തന്നെയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ വാമദേവനോട് പറയും കേട്ടോ. വാമദേവൻ അങ്ങനെ നിറഞ്ഞ കണ്ണുകളോടുകൂടി കരയാണ് കേട്ടോ. വാമദേവ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ ആരെ അനക്കിയോ അവർക്ക് എന്തായാലും തിരിച്ചടി കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വാമദേവൻ ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്യണില്ല കേട്ടോ. വാമദേവനെ നല്ലപോലെ തന്നെ മഹാലക്ഷ്മി പറയുകയാണ്. അതിനുശേഷം ആശുപത്രിയുടെ ICUയിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. പുറത്തിറങ്ങി വരുമ്പോൾ പ്രതാപം മാറി നിൽക്കുന്നുണ്ടാകും കേട്ടോ. പ്രതാപനെ ഒന്നും പറയാതെ മാറി നിൽക്കുന്നുണ്ടാകും. അതേസമയം മഹാലക്ഷ്മി പ്രതാപനോട് പോയി പറയുകയാണ്, കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം നിങ്ങളെ ഞാൻ എത്ര കാലം അച്ഛ എന്ന് വിളിച്ചു, എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ പല പ്രാവശ്യം കൂട്ടുനിന്നു. അതെനിക്ക് എന്തായാലും ഉറപ്പായ കാര്യമാണ്. അതെന്തായാലും കണ്ണേട്ട അന്വേഷിക്കണമെന്നാണ് പറയുന്നത് എന്ന് പ്രതാപനോട് മഹാലക്ഷ്മി പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപനാകെ ഞെട്ടി തരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ അതും കുത്തിപ്പൊക്കുമോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് നമുക്ക് കാണിക്കുന്നത് മഞ്ജു വരികയാണ് കേട്ടോ. മഞ്ജു വരുന്നത് കാണുമ്പോൾ തന്നെ മേഘനാകെ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റാതാവാണ് കേട്ടോ. നീ എവിടെ പോയതാടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ എവിടെ പോയതാ, ഞാൻ അമ്പലത്തിൽ പോയത്. നീയേ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ കയ്യും വെച്ച് തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് പോണു കണ്ടല്ലോ ഞാൻ എന്നിങ്ങനെ മേഘം ചോദിക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിൻ്റെ മുഖഭാവം അങ്ങനെ മാറുകയാണ് കേട്ടോ. എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്തായാലും മൂപ്പര് കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ മഞ്ജുവിന് യാതൊരു കൂസലും ഇല്ലാതെ മഞ്ജു വരികയാണ് കേട്ടോ. മഞ്ജുവിനോട് മേഘനാഥൻ ഇന്ന് കറക്റ്റായിട്ട് ചോദിക്കുകയാണ്. മഞ്ജു ചിലപ്പോൾ കാര്യങ്ങൾ പറയുകയും ചെയ്യും, അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. മേഘനാഥൻ എന്തായാലും മഞ്ജുവിനെ അടിക്കാൻ പോകുന്നുണ്ട്.